എങ്ങനെ വെച്ചാലും ഞാൻ വരക്കും, അതാണ് എന്റെ കോൺഫിഡൻസ്. ജസ്റ്റ് ഒന്ന് കറക്കിടാം. അപ്പൊ എങ്ങനെ നിൽക്കുന്നു അതേപോലെ. കണ്ട അടിപൊളി. അപ്പൊ ഇതിന് 5 മിനിറ്റ് ആണല്ലേ? അവരവരുടെ പേരൊന്നും എഴുതണ്ടല്ലോ. സൂക്ഷ്മമായി നോക്കട്ടെ. എമ്മിക്കുട്ട തുടങ്ങിക്കോടി. 5 മിനിറ്റ് അല്ലേ? ഓക്കെ സ്റ്റാർട്ട്. ടെൻഷൻ അടിക്കണ്ട. അയ്യോ അയ്യോ അയ്യോ. ചട്ടികൾ. ഞാൻ ചട്ടി. എന്താണെന്ന് ചോദിക്കണ്ട. ഇത് വരച്ച് വരുമ്പോഴാണ് നിങ്ങക്ക് ചട്ടീനെ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്നോട് അങ്ങനെയൊന്നും വരച്ച് അത് ഈ ചട്ടീനെയൊക്കെ നമ്മളിങ്ങനെ കളറൊക്കെ അടിക്കണം വേണ്ടല്ല, ജസ്റ്റ് വരച്ചാ പോരെ. ഇത് ഞാൻ നമുക്ക് മാക്സിമം എത്ര ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയായിരിക്കും. ഉപയോഗിക്കാൻ ഞാനുണ്ടല്ലോ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാനൊരു ഡ്രോയിങ് കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ട് ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രം. അതെന്തായിരുന്നു തോറ്റു പിന്നെ പറയണം. അതെന്തായിരുന്നു അറിയാമോ? ഒന്ന് വരക്കാണ്ടായിരുന്നത് ഒരു മണ്ണിന്റെ പൂജ. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഡ്രോയിങ് കോമ്പറ്റീഷൻ ഡോപ്പി അല്ലാണ്ട് പങ്കെടുത്തിട്ടുണ്ട്? എവിടെ ആണോ? ആ കൊച്ചു പോയിട്ടുണ്ടാ? അത് ഈ നമ്മൾ ഈ 1 മിനിറ്റിന് ഉള്ളിൽ അല്ല 5 മിനിറ്റിന് മുന്നേ വരച്ചു തീർത്ത വല്ല കുഴപ്പമുണ്ടാ? കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം നന്നായിട്ട് വരക്കണം അയാളാണ് വിന്നർ. ഷെയ്ഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കാൻ പറ്റുന്നത് ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരക്കുന്നത് കേട്ടോ. ഞാൻ അവരുടെ വിളിഞ്ഞു നോക്കണല്ല, ഞാൻ അത് അതുപോലെ നമ്മൾ വരക്കണം, മനസ്സിലായ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും, നിങ്ങളുടെ വ്യൂ തന്നെ നോക്കുക. ഇതൊക്കെ എന്ത് കുന്തമാണെന്ന് മനസ്സിലാണില്ല. ഇതൊക്കെ കയ്യെ പിടിച്ചൊക്കെ നോക്കാമോ? തിരിഞ്ഞു പോകരുത്. സാറും ഒന്നും മിണ്ടാണ്ടിരുന്നവരൊക്കെ ഉണ്ടോ? സാറും ഒന്നും മിണ്ടുന്നില്ല. എന്റെ കൈ വിറക്കുവേ. എന്റെ ഇല കണ്ടിട്ട്, ഇലയല്ല എന്റെ പൂ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു? പൂവാണെന്ന് എഴുതി വെക്കണോന്ന്. അങ്ങനെയൊന്നും വേണ്ട. അല്ല ഈ ഇല എങ്ങനെയാടോ നിക്കണത്? ആ ഇല അങ്ങനെ തന്നെ നിക്കണത്. ഞാനും ഫസ്റ്റ് ആൾക്കാര് ചട്ടിക്ക് സമ്മാനം തന്നെ കേട്ടാ. ഏറ്റവും നല്ല ചട്ടി നോക്കണം. ചട്ടിക്കൊന്നുമല്ല, മൊത്തത്തിലാണ് സമ്മാനം. ഷെയ്ഡ് സമ്മാനം, അതിന്റെ ഷേപ്പ്. ഇപ്പോ ചട്ടിയുടെ ഷേപ്പ് തെറ്റിപ്പോയിട്ടുണ്ട്. താഴെ കൂർത്തല്ല വന്നേക്കണം, ഷാർപ്പായിട്ടാ. അതിന്റെ മാർക്ക്. പിന്നെ ഇലകള് ഓക്കെ, കുഴപ്പമില്ല. അത് വരാം. നോക്കട്ടെ, ഞാൻ നോക്കിട്ട് പറയാം. ഈ തണ്ട് ഒക്കെ ഒറ്റ തണ്ടായിട്ടാ പോയിക്കണത്. ഇവിടെ താഴെയുള്ള സംഭവങ്ങളില്ല. സമയം കിട്ടാത്തതാണോ? സമയം കിട്ടാത്തോണ്ട് താഴത്തെ ഇല്ല. ഓക്കെ, സാറേണ്ടത് ഓക്കെ. സാറുടെ കാണാൻ മൊത്തത്തിൽ നോക്കുമ്പോ കുഴപ്പമില്ല. പിന്നെ ഷേപ്പ് ഇത് സ്ട്രെയിറ്റ് വന്നേക്കുന്നത്. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, അത് ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ ഈ ഷേപ്പ് ഓക്കെയാണ്. പിന്നെ താഴത്തെ ചെടികൾ വരച്ചിട്ടുണ്ട്, പക്ഷെ പെർഫെക്റ്റ് അല്ല. വരച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്കുള്ള തണ്ട് ഓക്കെയാണ്. ഈ സൈഡിലൊക്കെ തണ്ട് അവിടെ നോക്കുമ്പോ ഓക്കെയാണ്.
ഇലകളും ഓക്കെയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഒരു പെർഫെക്ഷൻ വരാണ്ട്, അതായത് എന്റെ പോലെ കാണാൻ ഭംഗിയായിട്ടുണ്ട്, കാണാൻ കുഴപ്പമില്ല, ഡ്രോയിങ്ങിന് ക്വാളിറ്റി ഉണ്ട്. അതാണ്. അപ്പൊ സാറയുടെ അടുത്തത് എമ്മി. എമ്മുവിന്റെ ഷേപ്പ് ഓക്കെ ആയിട്ടുണ്ട്, കാലുകൾ ഷേപ്പ് ഓക്കെയാണ്. പിന്നെ മോളകൾ തണ്ട് ഓക്കെയാണ്, വരച്ചിട്ടുണ്ട്. ഇലകളും വരച്ചിട്ടുണ്ട്, താഴത്തതും ഒരെണ്ണം വരച്ചിട്ടുണ്ട്. അവളെ ഐഡിയയിൽ അവിടെ ഉള്ളതൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷെ പെർഫെക്ഷൻ വരാനുണ്ട്. അവളുടെ ഏജ് അനുസരിച്ചിട്ടുള്ള അതേ ഉള്ളൂ. ഏജ് നോക്കിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സാധാരണ കൂടുതൽ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് സാറ് അത്ര വലുതാണ്. ഇപ്പൊ അമ്മേനെ ഞാൻ പറഞ്ഞ കേട്ടോ, കഴിവല്ല, കഴിവ് കുറച്ച് കൂടി പോയി. ഇത് ഓക്കെ. അപ്പൊ എമ്മുവിൻ്റെതും കൊള്ളാം. അടുത്തത് എലിസയുടെ നോക്കുമ്പോ ഇതെനിക്ക് മോളെ ഞാൻ പറയുള്ളൂ, ഞാൻ പറയൂല. പെട്ടെന്ന് നോക്കുമ്പോ സാറ് മുള പോലെ തോന്നുന്നുണ്ട്. അതായത് സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചട്ടിയുടെ ഷേപ്പ് ഒക്കെ അല്ല, കാരണം ഈ ഷേപ്പ് ഒക്കെ അല്ല, പെട്ടി പോലെ വന്നതാണ്. പിന്നെ അതേപോലെ കട്ടിങ് ഇല്ല, കട്ടിങ് ഇല്ല. പിന്നെ മുകളിൽ ഇവിടെ കണ്ടോ, ഇവിടം വരെ ഇത് കഴിഞ്ഞിട്ടാണ് ഇലയുള്ളത് മുകളിലോട്ട്. അവിടെ കാണിക്ക്, അത് കണ്ടോ, തണ്ട് കാണാം ഇവിടെ വരെ. ആ തണ്ട് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് ഇലയുള്ളത്. പക്ഷെ ഇത് ഫുൾ ഇലയാണ്, താഴത്തുന്ന ഇലയാണ്. പിന്നെ താഴത്ത് ഇത് മനസ്സിലാകുന്നില്ല, അത് ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ തണ്ട് പോലെ തോന്നുന്നത്, രണ്ട് സെപ്പറേറ്റ് ആണ്. ഓക്കെ. പിന്നെ ഒരിക്കലും ഇത് കൊള്ളാം, ഈ വ്യൂ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉൾഭാഗം എല്ലാവർക്കും കാണാം, പക്ഷെ അത് എമ്മിക്ക് മാത്രമേ ഉൾഭാഗം കാണാതെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സാറക്കും കാണാം, റബേക്കും കാണാം ഉൾഭാഗം. അത് അങ്ങനെ വേണമെന്ന് വരക്കാൻ, അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ സംഭവം. അല്ല, അങ്ങനെയൊക്കെ വരക്കണോന്ന് എന്റെ സൈഡിൽ തന്നെ കുറിച്ചൊക്കെ ഒന്ന് പറ. സൈഡിലെന്താ? ഞാൻ ക്യൂബ് വരച്ചല്ല, ഞാൻ 3 മിനിറ്റ് തീർത്തില്ലേ? അത് വേറെ എക്സ്ട്രാ വെച്ചല്ലേ? നിങ്ങളൊന്ന് ക്യൂബ് വരക്ക് നോക്കട്ടെ. ക്യൂബ് ഒരു ക്യൂബ് വരക്ക്. ഇത് ഞാൻ പഠിപ്പിച്ചു തന്നല്ലേ? ആണ്, അറിയാം. ശരി, സമ്മതിച്ച്. ഓ, എല്ലാരും ക്യൂബ് വരച്ച്. എന്നാ മതി മതി മതി. ശരി, ജയിച്ച്. എന്റെ ക്യൂബ് ഒന്നും അല്ലാണ്ട്. ഫൈനൽ റിസൾട്ട് പറയാം. ഫൈനൽ റിസൾട്ട് പറയാം. രണ്ട് 3 4 5 മാർക്ക് എമ്മിക്ക്. 1 2 3 4 5 മാർക്ക് സാറക്ക്. 1 2 3 മാർക്ക്. 3 മാർക്ക്. 1 2 3 മാർക്ക്. 3 മാർക്ക് റബേക്ക്. എനിക്കാ 2 മാർക്ക്. അപ്പൊ ഇതില് വിന്നർ എന്ന് പറഞ്ഞാല് എമ്മിയും സാറയുമാണ്. അത് ഈ ഡോപ്പിന്റെ ജഡ്ജ്മെന്റ് എല്ലാവർക്കും അങ്ങോട്ട് ഞങ്ങളുടെ റബേക്കൊക്കെ മിക്കും തമ്മിൽ ഒരു ചെറിയ തർക്കത്തിനുണ്ടാവുന്നു. അപ്പൊ നിങ്ങൾ മാർക്ക് ഇടണം കേട്ടാ. ഏറ്റവും ഭംഗി ഇതല്ലേ, ഇത് എന്റെയാണ്. ഇതിൽ ഏതാണ് ഭംഗിയെന്ന് നോക്കണേ. ഭംഗിയെന്നല്ല, നമ്മുടെ ആ ഒരു ഇതിനോട് സാമ്യമുള്ളത്. ഇതെന്റേതാണ്, നമ്പർ 1. ഇതാണോ? ഇത് സാറയല്ലേ? സാറയുടെ ആണോ, റബേക്ക കുട്ടിയുടെ ആണോ, എമ്മിക്കുട്ടന്റെ ആണോ? ഒന്ന് കമന്റ് ഇട്ട് ഞങ്ങൾക്ക് മാർക്ക് പറഞ്ഞു. അങ്ങനെ ഡ്രോയിങ് ചലഞ്ച് അവസാനിക്കുമ്പോഴും തുടങ്ങിയ പോലത്തെ സന്തോഷത്തിലും സ്നേഹത്തിലും ഒന്നും അല്ല. ഈ ചിരിയൊക്കെ വെറുതെ ഫിറ്റിങ്സ് ആണ്. നമ്മുടെ ഈ മാർക്ക് ഇടലും പിന്നെ റിസൾട്ട് വന്നതിലൊക്കെ ഇവിടെ ഭയങ്കര അല്ലേ പ്രശ്നങ്ങളാണ്. വഴക്കിട്ടൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ എല്ലാവരെയും സെറ്റാക്കി മുഖം നോക്ക് അങ്ങനെ വന്നിട്ട് നമ്മൾ അതെ. എന്നാലും അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ, ആരാണ് ജയിച്ചത്, എത്രയാണ് മാർക്ക് എന്നൊക്കെ. ഓരോ അവിടെ നമുക്ക് ആളുകളുടെ കമന്റ് അനുസരിച്ചായിരിക്കും നമ്മുടെ ജയമൊക്കെ. ചിലപ്പോൾ എനിക്കായിരിക്കും ഫസ്റ്റ്, പറയാൻ പറ്റില്ല. ആളുകൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ നമുക്ക് നാളെ കാണാം. അത് നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് പോലപ്പോൾ അടുത്ത ദിവസമൊക്കെ നാളെ വേറൊരു ചലഞ്ചായിട്ട് കാണാം. ചലഞ്ചല്ല, നിങ്ങൾ അടുത്ത ദിവസം വേറെ നിങ്ങളൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നമ്മുടെ വീഡിയോസ് ചാനൽ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ മാത്രമേ വിടുന്നുള്ളൂ, ആരും വിടുന്നില്ല, എല്ലാവരും വിടക്കാം. അപ്പൊ നാളെ കാണാം. ബൈ.